അടിപൊളി അടിപൊളി. എങ്ങനെയാണ്? അടിപൊളി പടമായിരുന്നു. എങ്ങനെയാണ്? പ്രതീക്ഷ പോലെയാണോ? അധികം പ്രതീക്ഷ പോലെയൊക്കെ തന്നെ വീഡിയോ ഉണ്ട് അതിനകത്ത് പോലെ നല്ല സിനിമ സൂപ്പർ സിനിമ. അടിപൊളി സിനിമ. ലൈക്ക് മോഹൻലാലിന്റെ എൻട്രി ആയിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടും. മോഹൻലാൽ സാറുണ്ട്. പേട്രിയറ്റ് മമ്മൂട്ടി, മോഹൻലാൽ, ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ, നയൻതാര എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി മഹേഷ് നാരായണൻ റൈറ്റ് ചെയ്ത് ഡയറക്റ്റ് ചെയ്യുന്ന ഏറ്റവും പുതിയ സിനിമയാണ്. സോ ഫാൻ ഷോ കഴിഞ്ഞു, പക്ഷേ അതിന്റെ റിവ്യൂ നമ്മൾ എടുക്കുന്നില്ല. ഫാൻ ഷോ കഴിഞ്ഞതിന് ശേഷമുള്ള യഥാർത്ഥ റിവ്യൂ സെക്കൻഡ് ഷോയ്ക്ക്, സോ അടുത്ത ഷോയ്ക്കുള്ള റിവ്യൂ എന്താണെന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ നേരെ നമുക്ക് റിവ്യൂയിലേക്ക് പോകാം. പേട്രിയറ്റ് അഭിപ്രായം തുറന്നു പറയുകയാണെങ്കിൽ നല്ല സിനിമയാണ്. കുറെ നാളായിട്ട് നമ്മൾ ഈ കോംബോ കണ്ടിട്ടില്ലല്ലോ, അതുകൊണ്ടൊരു ഫ്രഷ്നെസ് ഒക്കെ ഉണ്ട്. ക്യാമറ കാര്യങ്ങള്, ടെക്നിക്കൽ സൈഡ്, ആക്ഷൻസ് ഒക്കെ നന്നായിട്ട് തന്നെ എല്ലാം ചെയ്തിട്ടുണ്ട്. മമ്മൂട്ടി ആണെങ്കിലും മോഹൻലാലാണെങ്കിലും അവര് നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. മഹേഷ് നാരായണന്റെ ഡയറക്ഷൻ ആണെങ്കിലും കാര്യങ്ങളും എല്ലാം അടിപൊളിയായിട്ടുണ്ട്. പിന്നെ മോഹൻലാലാണ് കുറച്ചുകൂടെ എടുത്തു നിന്നത്. ആ ക്യാരക്ടറിന്റെ ഇമോഷൻസ് ഒക്കെ നമുക്ക് നന്നായിട്ട് വർക്ക് ആവുന്നുണ്ട്. 3 മണിക്കൂർ എന്ന് പറയുമ്പോൾ നമ്മൾ സമയം പോകുന്നവരെ ഒട്ടും ലാഗ് ഫീൽ ചെയ്യും. പിന്നെ മഹേഷ് നാരായണൻ മാലിക്കൊക്കെ എടുത്ത് വെച്ച് നല്ല രീതിയിലാണ് പുള്ളി ചെയ്തേക്കുന്നത്. അത് നല്ല രീതിക്ക് ഹോളിവുഡ് ലെവൽ സംഭവമാണ് ചെയ്തേക്കുന്നത്. അപ്പം മലയാളത്തിൽ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലാണോ? അതെ, ഡിഫറൻസ് ആംഗിൾസ്. ഇപ്പോൾ ക്ലോസ് അപ്പ് ഷോട്ടിനെ കഴിഞ്ഞ അത്ര അത് ഒരു കാറിലെ സീൻസ് ഒക്കെ നല്ല അടിപൊളിയായിട്ട്. ഇത് സത്യം പറയാം നല്ല ആളിന് ഇത് ഹൈപ്പ് ഒന്നും ഇല്ലായിരുന്നു. അത് തന്നെയാണ് ഈ പടത്തിന്റെ മെയിൻ റീസൺ. ഒട്ട് ഹൈപ്പ് ഇല്ലാതെ ഇത്ര അടിപൊളിയായിട്ട് ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത്ര ഒരു സംഭവം കിട്ടുമെന്ന്. അടിപൊളി സിനിമ. ലൈക്ക് മോഹൻലാലിന്റെ എൻട്രി ആയിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടും. മോഹൻലാൽ സാറുണ്ട്. നല്ല മൂവിയായിരുന്നു. ലാസ്റ്റ് ഒക്കെ കുറച്ച് അൺയൂഷ്വൽ ആയിട്ടുള്ള സംഭവമാണ്. പക്ഷേ സിനിമാറ്റോഗ്രഫി ആണെങ്കിലും ഡയറക്ഷൻ വൈസ് ആണെങ്കിലും മൊത്തത്തിൽ അടിപൊളി പടം. സിനിമ തിയേറ്ററിലേക്ക് ഫുൾ വൈബായിരുന്നു. ആണല്ലേ? 3 മണിക്കൂർ സിനിമ നമ്മളെ ബോറടിപ്പിക്കുന്നുണ്ടോ? ഇല്ല, എനിക്ക് ഒട്ടും ബോറടി തോന്നില്ല. ഞാൻ ഇത് ലൈക്ക് ഫസ്റ്റ് ബുക്കിംഗ് ഓപ്പൺ ആയപ്പോൾ തന്നെ ബുക്ക് ചെയ്ത് വന്ന് കറക്റ്റ് കണ്ടത്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അടിപൊളി. അതെ, നമുക്കായാലും ഫാൻസിന് ഏകദേശം സംതൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ തന്നെയാണോ സാധനങ്ങൾ പോയിരിക്കുന്നത്? അതെ, മമ്മൂട്ടി ഫാൻസ് ആയാലും മോഹൻലാൽ ഫാൻസ് ആയാലും ഈവൻ ഫഹദ് ആയാലും കുഞ്ചാക്കോവനായാലും എല്ലാവരും അടിപൊളിയാണ്. ഇപ്പൊ എസ്പെഷ്യലി നയൻതാര, രേവതി, ദർശന അവരെല്ലാവരും സൂപ്പറായിട്ട് ചെയ്തു. എല്ലാവരും അടിപൊളി. ഈ മഹേഷ് നാരായണ റൈറ്റിംഗ്, ഡയറക്ഷൻ കാര്യങ്ങളൊക്കെ പുള്ളിയുടെ മറ്റുള്ള സിനിമ മാലിക്കൊക്കെ കണ്ടതിന് ശേഷമുള്ള നല്ല മൂവിയാണ്. അതൊക്കെ വെച്ച് നോക്കാം. പുള്ളിയുടെ ഒരു മൂവി ആയതുകൊണ്ട് അതിന്റെ ഒരു എന്താ മറ്റൊരു മാർക്ക് പുള്ളി നല്ല രീതിയിൽ ഇതിൽ കാണിച്ചിട്ടുണ്ട്. നല്ല കൊള്ളാം, നല്ല രസമുണ്ട്. കുറെ നാൾ കൂടി ലാലേട്ടന്റെ മമ്മൂക്കി ഇങ്ങനെ കാണാൻ പറ്റി. അതെ, ലാലേട്ടന്റെ മമ്മൂക്കയുടെ കുറച്ച് നാളിന് ശേഷമായിരിക്കുമല്ലോ ആദ്യമായിട്ടാണോ ഒരുമിച്ച്? ആദ്യമായിട്ടാണ്. അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് തീർച്ചയായിട്ടും. ടോട്ടലി പടം കണ്ടിറങ്ങിയപ്പോഴത്തേക്കിന് നല്ല അഭിപ്രായം. കൊള്ളാം. എന്താണ് ഇഷ്ടപ്പെട്ടത്? സൂപ്പറാണ്. കൈയടിച്ചോ? നന്നായിട്ട് പൊളിച്ചോ? പേട്രിയറ്റ്. അങ്ങനെ പേട്രിയറ്റിന്റെ റിവ്യൂ ആണ് നമ്മൾ കണ്ടത്. അത്യാവശ്യം നല്ല റെസ്പോൺസ് തന്നെയാണ് ചങ്ങനാശ്ശേരി എന്നുള്ളത്. എന്തായാലും ഈ ഒരു ക്രൗഡ് കാണുമ്പോഴത്തേക്ക് മനസ്സിലാവും അടുത്ത ഷോയും ഹൗസ്ഫുള്ളായിട്ട് തന്നെയാണ് പടം പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഈ പടം കാണാനുള്ളവർ പെട്ടെന്ന് തന്നെ ടിക്കറ്റ് ഷോ ബുക്ക് ചെയ്തതിന് ശേഷം വന്ന് കണ്ടോളൂ. പേട്രിയറ്റ് ഒരു കിടിലൻ സിനിമ തന്നെയാണെന്നാണ്. മേക്കിംഗ് വൈസിലും ഒപ്പം തന്നെ ഡയറക്ഷൻ വൈസിലും സ്ക്രിപ്റ്റ് വൈസിലും അഭിനയത്തിലും ഒന്നും കോംപ്രമൈസ് ഇല്ല. കിടിലൻ പടമാണെന്ന് തന്നെയാണ് ഭയങ്കര റിവ്യൂ വരുന്നത്. ഇത് ഫസ്റ്റ് ഫാൻ ഷോ അല്ല കേട്ടോ, ഫാൻ ഷോ കഴിഞ്ഞതിന് ശേഷമുള്ള ഷോയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവർ പറയുന്നത് കറക്റ്റായിട്ട് വിശ്വസിക്കാൻ പറ്റും. കൊച്ചു പിള്ളേർ വരെ അവർക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ള രീതിയാണ് പറഞ്ഞത്. പടം കാണാനായിട്ട് ഇനി ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായും വരിക. പുത്തൻ പടത്തിന്റെ മറ്റൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം. അതുവരെയും ബൈ.